കാഞ്ഞങ്ങാട് ചാപ്റ്റർ എന്ന പേരിലുള്ള ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച കേസിൽ സ്ഥാപന ഉടമയും അധ്യാപകനുമായ മുഹമ്മദ് അസ്കറിനെ ഹോസ്ദുർഗ് സിഐ വേണുഗോപാലും സംഘവും അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട്ടെ ചാപ്റ്റർ ട്യൂഷൻ സെന്ററിൽ ക്ലാസ്സിനെത്തിയ സ്കൂൾ വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുകയും ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുകയും ചെയ്ത സംഭവത്തിലാണ് മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയായ ഇവിടുത്തെ അധ്യാപകനും ഈ സ്ഥാപനത്തിന്റെ ഉടമയുമായ കാഞ്ഞങ്ങാട് ബല്ലാക്കടപ്പുറത്തെ അസ്കറിനെ ഹോസ്ദുർഗ് സിഐ KV വേണുഗോപാൽ അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തും ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തും പ്രവർത്തിക്കുന്ന ചാപ്റ്റർ ട്യൂഷൻ സെന്ററുകളിലാണ് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചത്. 14നും 16നും ഇടയിലുള്ള 5 പെൺകുട്ടികളെയാണ് ഇയാൾ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ചാപ്റ്റർ എന്ന ട്യൂഷൻ സെന്ററിനകത്ത് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ ലോക്കൽ ന്യൂസ് പേപ്പറിൽ 2-3 ദിവസം വാർത്ത വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി പറഞ്ഞ വാർത്തയിൽ സത്യാവസ്ഥയുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ മുഹമ്മദ് അസ്കർ എന്ന ആൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മാത്രമേ അതിൽ കൂടുതൽ കാര്യങ്ങൾ ഒഴിവാവുകയുള്ളൂ. ഏതായാലും കേസെടുത്ത സ്ഥിതിക്ക് അന്വേഷണം നടന്നു വരികയാണ്. അയാളുടെ മൊഴി ഏതായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തിയൊക്കെ കൂടുതൽ പരിശോധിച്ചു വരികയാണ്. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടയാൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്, പെരിയാർ മെഡിക്കൽ കോളേജ് മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്നാണ്. അസ്കറിനെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചതായും പോലീസ് വെളിപ്പെടുത്തി. ട്യൂഷൻ സെന്ററിൽ ഞായറാഴ്ചകളിലാണ് MBBS വിദ്യാർത്ഥി കൂടിയായ അസ്കർ ക്ലാസ് എടുത്തിരുന്നത്. ബയോളജി വിഷയത്തിലായിരുന്നു ട്യൂഷൻ. അധ്യാപകൻ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായതിനാൽ ഉന്നതന്മാരുടെ മക്കളടക്കമുള്ളവർ ധാരാളമായി ട്യൂഷന് എത്തിയിരുന്നു. ഇതിനിടയിലാണ് ട്യൂഷനെത്തുന്ന വിദ്യാർത്ഥിനികളെ വശത്താക്കിയ ശേഷം പീഡിപ്പിച്ചതെന്നും പോലീസ് പറഞ്ഞു. ഇതിൽ ഒരു വിദ്യാർത്ഥിനിയാണ് ഗർഭിണിയായതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. അസ്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റു നിരവധി വിദ്യാർത്ഥിനികളെ കൂടി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ഇയാൾ പോലീസിന് വിവരം നൽകിയത്. ഇതിനായി ട്യൂഷൻ സെന്ററിനകത്ത് പ്രത്യേക മുറിയും ഉള്ളതായി പോലീസ് പറഞ്ഞു. സ്ഥാപനം നടത്തിപ്പുകാരനായ KSEBയിലെ ഉദ്യോഗസ്ഥനെയും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അസ്കർ അറസ്റ്റിലായതിനെ തുടർന്ന് ചാപ്റ്റർ ട്യൂഷൻ സെന്ററിന് നേരെ അക്രമവും നടന്നു.